എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാവിൽ കൊതിയൂറുന്ന ഒരു മത്തി റെസിപ്പിയാണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുക്കറിലിട്ട് ഒറ്റ വിസിലിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രുചിയുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തി പെരളൻ അല്ലെങ്കിൽ മത്തി റോസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ മത്തി എടുത്ത് കഴുകി വൃത്തിയാക്കി അതിനെ ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചേരുവ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മളൊരു മിക്സിയുടെ ജാറ എടുത്തു. ഈ ജാറയ്ക്കകത്തേക്ക് ഒരു പച്ചമുളക്, ഒരു 2 അല്ലി വെളുത്തുള്ളി ഒന്ന് കണ്ടിച്ചത്, ഒരു ചെറിയൊരു ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് കഷ്ണിച്ചത്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 2 തിരി പച്ചക്കുരുമുളക് കേട്ടോ, 1 ടീസ്പൂൺ പെരുംജീരകം, ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ചേരുവ ഇതുപോലെ നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മത്തി ഇതേപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ ചേരുവ എല്ലാം കൂടെ നമുക്കിതിലേക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി പുരട്ടി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് തിരുമ്മി നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു 20-25 മിനിറ്റുള്ള നമുക്ക് ഇതേപോലെ ഒന്ന് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം. കുക്കർ അടുപ്പിലേക്ക് വെക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 3 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് നിന്നിട്ട് ഒന്ന് വഴറ്റാം. ഇതൊരു ബ്രൗൺ കളറാകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ചെറിയുള്ളി ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില തണ്ടോടുകൂടി ഇതേപോലെ ഒന്ന് അടിയിൽ ഒന്ന് അടുക്കി കൊടുക്കാം. നമ്മളിതുപോലെ ഒരു ലെയർ കറിവേപ്പില ഇങ്ങനെ അടിയിൽ അടുക്കി വെച്ചു. ഇനി നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിരുന്ന ഈ മത്തി നമുക്ക് ഓരോന്നായിട്ട് അടുക്കി വെച്ച് കൊടുക്കാം. ഇതേപോലെ ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ളൊരു വാളൻപുളി പിഴിഞ്ഞ് അതിൻ്റെ നീര് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി മുകളിൽ ഇട്ട് കൊടുക്കാം. ഒരൊറ്റ വിസിൽ, ഒരേ ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു വിസിലായി, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഗ്യാസ് പോകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഗ്യാസൊക്കെ പോയി, നമുക്കൊന്ന് തുറന്ന് നോക്കാം. അടിപൊളി സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ഇതാ സൂപ്പറായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിവനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനു മുമ്പ് നമുക്ക് ഒരു ചെറിയ ഒരു ടിപ്സ് കൂടി ഉണ്ട്.
1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പാത്രത്തിലേക്ക് മാറ്റാം. എന്താ അവൻ്റെ പവർ നോക്കി, നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ആ കുരുമുളക്, പച്ചക്കുരുമുളക്, നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ചേർന്ന് ഇങ്ങോട്ട് ഉള്ള ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പാര ടേസ്റ്റ് ഒന്നും പറയാനില്ല. അടിപൊളി സ്മെല്ലാട്ടോ വരുന്നത്. ഇപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ കുക്കർ മത്തി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിനി മത്തി മേടിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മളാ വേറിട്ടൊരു മസാലയും നമ്മുടെ പച്ചക്കുരുമുളകും ഇഞ്ചിയും കറിവേപ്പിലയും അതുപോലെ നമ്മുടെ പെരുംജീരകവും അതുപോലെ നമ്മൾ കുറച്ച് ഉലുവാപ്പൊടിയും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് അരച്ച് പിന്നെ പുരട്ടി 10-20 മിനിറ്റ് വെച്ച് അത് നമ്മൾ കുക്കറിലിട്ട് വിസിലിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് അല്പം വാളംപുളിയും ചേർത്ത് വാങ്ങിയതാണിത്. ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് സ്നേഹം. ഇതേപോലെയുള്ള നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. See you next video. Bye.